പശ്ചിമേഷ്യയിൽ യുദ്ധവും ഉപരോധങ്ങളും രൂക്ഷമായി തുടരുകയും ആഗോളതലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടൽ നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തുവരികയാണ്. ഇസ്രയേലുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച അവലോകനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ വിദേശ നയത്തിലും പ്രതിരോധ മേഖലയിലും വന്ന നിർണായക മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഇസ്രയേലിന്റെ ആയുധ വിതരണ ശൃംഖലയിൽ ഇന്ത്യ ഇപ്പോൾ കേവലം ഒരു വാങ്ങലുകാരൻ മാത്രമല്ല, മറിച്ച് പ്രധാന പങ്കാളിയായി മാറിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഗാർഡിയൻ ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമായിരുന്ന ഇന്ത്യ നിലവിൽ സംയുക്ത സംരംഭങ്ങളിലൂടെയും ഉൽപാദന പങ്കാളിത്തത്തിലൂടെയും ഇസ്രയേലിന്റെ ആയുധ നിർമ്മാണത്തിലെ സുപ്രധാന പങ്കാളിയായി മാറിയിരിക്കുകയാണ്. കടൽമാർഗമുള്ള ചരക്ക് വിവരങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഡ്രോൺ, വാർഹെഡുകൾ, ആർട്ടിലറി ഷെൽ കേസിംഗുകൾ, തോക്കുകളുടെ ഭാഗങ്ങൾ, സൈനിക വാഹന ഘടകങ്ങൾ എന്നിവ ഇസ്രയേലി പ്രതിരോധ നിർമ്മാതാക്കൾക്ക് കൈമാറിയത് ആംനസ്റ്റി വ്യക്തമാക്കുന്നു. മുനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യ ഒപ്റ്റൽ ലിമിറ്റഡ്, അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്നീ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഗാസയിൽ വൻതോതിലുള്ള സിവിലിയൻ നാശനഷ്ടങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഘട്ടത്തിലാണ് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളോ പൊതുജന എതിർപ്പുകളോ ഉയർന്നു വന്നിട്ടില്ലെന്ന് പ്രമുഖ വിദേശകാര്യ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ആക്കം കൂട്ടുന്നു. അടുത്തിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിന്റെ ഏക ശക്തനായ സഖ്യകക്ഷി അമേരിക്കയാണെന്ന് പ്രസ്താവിച്ചപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന ഞങ്ങളുടെ സുഹൃത്ത് നൽകുന്ന പിന്തുണ ചെറുതല്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. പ്രതിരോധ ഉൽപാദനത്തിന് പുറമെ സംഘർഷത്തെ തുടർന്ന് തൊഴിൽ വിപണിയിൽ നിന്ന് പുറത്തായ പലസ്തീനികൾക്ക് പകരമായി 20,000-ലധികം ഇന്ത്യൻ തൊഴിലാളികൾ നിർമ്മാണ പരിചരണ മേഖലകളിലേക്ക് ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ടെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നു. 2021-25 കാലയളവിൽ ഇസ്രയേലിന്റെ ആകെ ആയുധ വിൽപ്പനയുടെ 29% വാങ്ങിയ ഏറ്റവും വലിയ ഉപഭോക്താവും ഇന്ത്യ തന്നെയാണ്. അതേസമയം പ്രതിരോധ കയറ്റുമതി ദേശീയ നിയമങ്ങൾക്കും അന്താരാഷ്ട്ര ബാധ്യതകൾക്കും വിധേയമാണെന്നും ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക കയറ്റുമതി തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയും തള്ളിയിരുന്നു. എന്നാൽ ഇസ്രയേലുമായി തുടരുന്ന ഈ കടുത്ത സഹകരണം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത ബന്ധങ്ങളെയും ഊർജ്ജ സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. ഇന്ത്യ ഇസ്രയേൽ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. 2026 ഓഗസ്റ്റ് 6-നായിരുന്നു ഫോൺ സംഭാഷണം. ഇന്ത്യ ഇസ്രയേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇരുവരും ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങളും നേതാക്കൾ ചർച്ച ചെയ്തു. 2026 ഫെബ്രുവരിയിൽ മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനിടെ ഇന്ത്യയും ഇസ്രയേലും ബന്ധം സമാധാനം, നവീകരണം, സമൃദ്ധി ലക്ഷ്യമാക്കിയ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തിയിരുന്നു. പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃത്രിമ ബുദ്ധി, സൈബർ സുരക്ഷ, കൃഷി, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും തീരുമാനിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രയേൽ ഉന്നതതല ബന്ധം സജീവമായി തുടരുന്നത് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാന നയത്തിലും ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് വിലയിരുത്തലും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.